വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിന്റെ നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി KPCC വാർത്താക്കുറിപ്പ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗിക പ്രഖ്യാപനം. AICCയുടെ അനുമതിയോടെയാണ് നടപടിയെന്ന് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, AICCയുടെ അനുമതിയോടുകൂടി. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് നേതാക്കളുടെ പ്രതികരണം. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണം. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരെയുള്ള നടപടി ചൂണ്ടിക്കാട്ടി CPIMനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ശക്തമാക്കി. M. മുകേഷ്, A. പത്മകുമാർ തുടങ്ങിയവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ CPIM എന്ത് നടപടിയെടുത്തുവെന്ന ചോദ്യം ആവർത്തിച്ച് നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം തികയുന്ന ദിവസം എന്നത് യാദൃച്ഛികതയായി. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയെങ്കിലും നടപടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി വരെ കാക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ വാശിയാണ് വിജയിച്ചത്. മാതൃകാ നിലപാടെന്ന് അവകാശപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായവരെ പുറത്താക്കിയോ എന്ന ചോദ്യമുയർത്തുമ്പോഴും ജാമ്യവിധി വരെ പുറത്താക്കൽ വൈകിച്ചത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നായിരുന്നു KPCC നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഹൈക്കമാൻഡ് നടപടിക്ക് പച്ചക്കൊടി വീശിയിട്ടും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും KPCC നേതൃത്വത്തിന് കുലുക്കമൊന്നുമുണ്ടായില്ല. മുൻകൂർ ജാമ്യം കിട്ടിയാൽ പുറത്താക്കൽ ഒഴിവാക്കാമെന്ന് കരുതിയാണ് തീരുമാനം വൈകിപ്പിച്ചത്. ജാമ്യഹർജി തള്ളിയ തീരുമാനത്തിനൊപ്പം പുറത്താക്കലും വന്നു. നേതാക്കൾ ജയിച്ചു, കോൺഗ്രസ് തോറ്റു. തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. AKG സെൻറ്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. ആക്ഷേപം വന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ പുറത്താക്കൽ വൈകിയതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ട്. എങ്കിലും മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ടു പിന്നാലെയുള്ള പുറത്താക്കൽ ഗത്യന്തരമില്ലാതെയുള്ള നടപടിയാണെന്ന വിമർശനം കോൺഗ്രസിൽ തന്നെയുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തതാണ് കോൺഗ്രസിന്റെ പിടിവള്ളി. പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPIMനെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPIMും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതോടെ ഇനി രാഹുലിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടുകയാണ്. രാഹുലിനെ സംരക്ഷിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ ആക്രമണം ഷാഫി പറമ്പിലിന് നേരെ തിരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗുരുതരമായ പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി വൈകിയതിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ നടപടി വേണ്ട എന്ന KPCC നിലപാടിന് പിന്നിലെ പ്രേരണ ഷാഫിയാണ് എന്നാണ് വിമർശനം. പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ല എന്ന MA ഷഹനാസിന്റെ പരാതിയോടെ ഷാഫി പറമ്പിലിന്റെ രാഹുൽ അനുകൂല സമീപനം തുറന്നുകാട്ടപ്പെടുന്നുമുണ്ട്. രാഹുൽ പുറത്താക്കപ്പെട്ടതോടെ ഇതാദ്യമായി തള്ളിപ്പറയാനും ഷാഫി പറമ്പിൽ നിർബന്ധിതനായി. കോൺഗ്രസിന്റെ പതിവ് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ റീൽസിലേക്ക് മാറ്റിയെഴുതിയ മുല്ലപ്പൂ വിപ്ലവം. അതായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട്. മാസ് വൈബ്, ഇതായിരുന്നു ഷാഫി രാഹുൽ ദ്വയത്തിന്റെ സൂത്രവാക്യം. ഒട്ടൊക്കെ ആസൂത്രിതമായി ബൂസ്റ്റ് ചെയ്യപ്പെട്ട റീൽസും ഷോർട്സും റീച്ച് കൂട്ടിയതോടെ പിന്നെ കോൺഗ്രസിന്റെ ശൈലി തന്നെ അതാണെന്ന് വന്നു. മാസും വൈബുമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മുതിർന്ന നേതാക്കളും വേഗത്തിൽ അതിലേക്ക് മാറി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിജയിക്കുകയും വർക്കിംഗ് പ്രസിഡന്റ് ആവുക കൂടി ചെയ്തതോടെ ഷാഫി രാഹുൽ അച്ചുതണ്ട് കോൺഗ്രസിനെ നയിക്കുന്ന കേന്ദ്രമായി മാറി. അപ്രതീക്ഷിതമായി രാഹുൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണുപോയെങ്കിലും ഷാഫി പ്രബലനായി തന്നെ നിന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം ആകെ ആവശ്യപ്പെട്ട നടപടി മുൻകൂർ ജാമ്യ തീരുമാനം വരെ വൈകിപ്പിച്ചത്. എന്നാൽ രാഹുലിനൊപ്പം വീണത് ഷാഫി പറമ്പിലിന്റെ പ്രതിച്ഛായ കൂടിയാണ്. ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും തള്ളിക്കളയാതെ രാഹുലിന് സംരക്ഷണമൊരുക്കുന്നുവെന്ന് വ്യക്തമായതോടെ ഷാഫി കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ്. ഈ തിരിച്ചറിവിലാണ് ഇന്നാദ്യമായി രാഹുലിനെ തള്ളിപ്പറഞ്ഞത്. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തു. രാഹുലിന്റെ ചെയ്തികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ലെന്ന ആക്ഷേപവും ഷാഫിക്കെതിരെ ഉയർന്നു. ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകളെ എനിക്കറിയാം. രാഹുലിന്റെ എല്ലാ അരുതായ്മകളെപ്പറ്റിയും അറിയാവുന്ന ഷാഫി പറമ്പിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിസന്ധിയിലാക്കിയെന്ന വിമർശനമാണ് നേതാക്കൾക്കുള്ളത്. സംഘടിതമായ സൈബർ ആക്രമണം ഭയന്ന് പലരും പരസ്യമായി രംഗത്ത് വരാൻ മടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് പുറത്ത്. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതിന് തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. MLA ആയ പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിലുണ്ട്. അടച്ചിട്ട കോടതിയിൽ ആദ്യ ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് 1 മണിക്കൂറിലധികം. പരസ്പര ധാരണ പ്രകാരം നടത്തിയ ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകുമെന്ന് പ്രതിഭാഗം വാദം. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നെന്ന് തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നായിരുന്നു അടുത്ത വാദം. എന്നാൽ അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും പീഡനം നടന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുമെന്നായി പ്രതിഭാഗം. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നും കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് കേസിൽ വീണ്ടും ഇന്ന് വാദം കേട്ടത്. ഇന്നും അരമണിക്കൂറിലധികം വാദം കേട്ടു. അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇന്നാണ്. പ്രതി MLA പദവി ഉപയോഗിച്ച് കേസിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയെന്നും കോടതി പറഞ്ഞു. എന്നാൽ രാഹുലിനെതിരെ പുതിയതായി എടുത്ത ലൈംഗിക പീഡന പരാതിയിലെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയെങ്കിലും ഈ കേസ് കോടതി പരിഗണിച്ചില്ല. പ്രതി സ്ഥിരം കുറ്റവാളിയെന്ന് 2ാം FIR പരിഗണിച്ചു മാത്രം പറയാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. അശാസ്ത്രീയ ഗർഭചിത്രം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ പിടിവള്ളിയാക്കി. ആദ്യം അറസ്റ്റ് തടയുന്നതിൽ വിധി പറയുമെന്ന് പറഞ്ഞ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ഉത്തരവിറങ്ങാൻ വൈകിയതിനാൽ ഇന്നു തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടിയായി. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തി. പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് അത്താഴ വിരുന്ന് നടക്കും. നാളെയാണ് പുടിന്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുന്നത്. ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിന് രാജ്യത്തിന്റെ ഹൃദ്യമായ സ്വീകരണം. പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ചു. ഇരുവരും ഒരേ വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. നാളെ രാവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. രാജ്ഘട്ട് സന്ദർശിച്ച ശേഷം ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച. ആരോഗ്യം, പ്രതിരോധം, കൃഷി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. 24 ഡൽഹി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലവുമായി ചാൻസലറായ ഗവർണർ. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VCയായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണം എന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാല കാവ്യവൽക്കരണത്തെ ചെറുക്കുമെന്ന് SFI പ്രതികരിച്ചു.
സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വിസിയായി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണം. സെർച്ച് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകിയ 2 പട്ടികയിലും ഇടം നേടിയവരാണിവർ. ഇവരുടെ നിയമനത്തിനായി അനുവാദം നൽകണമെന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത്. വിസി ആയിരുന്ന കാലത്ത് സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി പട്ടികയിൽ നിന്ന് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടേതുമാണെന്നും ഇരുവർക്കുമെതിരെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ചാൻസലറായ ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർക്കെതിരെ SFI രംഗത്തു വന്നു. നേരത്തെ സർക്കാർ നൽകിയ പട്ടികയിൽ ഗവർണർ തീരുമാനമെടുക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പരാമർശിച്ചിരുന്നു. ഗവർണർ നിയമനം വൈകിപ്പിക്കുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. 24 ഡൽഹി. PM ശ്രീ വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് MPയെ പിന്തുണച്ച് CPIM-ഉം CPI-യും സംസ്ഥാന താൽപര്യം അനുസരിച്ചാണ് കേന്ദ്രമന്ത്രിയുമായി ബ്രിട്ടാസ് ചർച്ച നടത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിനായി താൻ തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ടെന്ന് ജോൺ ബ്രിട്ടാസും പറഞ്ഞു. BJP അജണ്ട നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലമായെന്ന് കോൺഗ്രസ് ആരോപണം ശക്തമാക്കുമ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായി വന്നാൽ ഇനിയും ഇടപെടുമെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ്. ജോൺ ബ്രിട്ടാസിന് പൂർണ്ണ പിന്തുണയുമായി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ഒരു രാജ്യസഭാ മെമ്പറായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇടപെട്ടത്. ബ്രിട്ടാസ് CPIM നിലപാട് മറന്ന് BJPയുടെ ഇടനിലക്കാരനാകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPIM വിശദീകരിക്കട്ടെ എന്ന് CPI ജനറൽ സെക്രട്ടറി D രാജയും പ്രതികരിച്ചു. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഖാവ് ബ്രിട്ടാസ് BJP മന്ത്രിയുമായി പാലമാകാനോ ഇടനിലക്കാരനായോ പോകില്ല എന്നൊരു ഉറപ്പാണ്. Our stand remains same. We are committed in fighting against the NEP 2020. ജോൺ ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. PM ശ്രീയിൽ CPIM ആകെ ആശയക്കുഴപ്പത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ കൈരളി, നിള, ശ്രീ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ സൈബർ സെല്ലും KSFDC-യും അന്വേഷണം ആരംഭിച്ചു. തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തിയ സ്ത്രീ പുരുഷന്മാരുടെ ദൃശ്യങ്ങളാണ് പോൺ സൈറ്റുകൾ അശ്ലീല ടെലഗ്രാം X അക്കൗണ്ടുകളിൽ പ്രചരിക്കുന്നത്. ക്ലൗഡിൽ നിന്നും CCTV-യുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നതെന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. തിയേറ്ററുകളുടെ നവീകരണത്തിനു ശേഷം 2023-ലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചതെന്നും ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K. മധു 24-നോട്. ഇത് 2023 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പുറത്ത്. അത് 2023 നടന്ന സംഭവമുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണങ്ങളായിട്ട് ഞാൻ ഇന്റേണൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞു, ചെയർമാൻ എന്ന നിലയിൽ. അതുകൂടാതെ പോലീസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് KSFDC അന്വേഷണം. പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ തിയേറ്ററിന്റെ പേരും സ്ക്രീൻ നമ്പരും തീയതിയും സമയവുമെല്ലാം വ്യക്തമാണ്. വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് പണം വാങ്ങി ഇത്തരം ദൃശ്യങ്ങൾ വിൽക്കുന്നത്. 24 തിരുവനന്തപുരം. തൃക്കാർത്തിക ദിവസമായി ഇന്ന് ശബരിമലയിൽ തീർത്ഥാടന തിരക്ക്. ഇന്ന് നട തുറന്ന ശേഷം വൈകുന്നേരം 6 മണിവരെ 70,000 ഭക്തർ ദർശനം നടത്തി. മണ്ഡലകാല സീസൺ തുടങ്ങി ആകെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കടന്നു. തിരക്ക് കൂടിയെങ്കിലും തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ശബരിമലയിൽ കേരളീയ സദ്യ വിളമ്പുന്നതിൽ നാളെ ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുക്കും. ഉച്ചഭക്ഷണം മെനു പരിഷ്കരിക്കുന്നതിൽ ദേവസ്വം കമ്മീഷണർ ബോർഡിന് റിപ്പോർട്ട് കൈമാറും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ.
മലപ്പുറത്തുണ്ട് താമര അടയാളത്തിൽ വോട്ട് തേടുന്ന ഒരു തമിഴ്നാട്ടുകാരൻ സ്ഥാനാർത്ഥി. കോയമ്പത്തൂർ ആർഎസ്പുരം സ്വദേശി ലക്ഷ്മൺ ജിയാണ് മലപ്പുറം നഗരസഭയിലെ കാവുങ്ങൽ വാർഡിലെ BJP സ്ഥാനാർത്ഥി. തമിഴ്നാട്ടിലാണ് ജനനമെങ്കിലും നല്ല മലയാളത്തിൽ തന്നെയാണ് അദ്ദേഹം വോട്ട് തേടുന്നത്. അച്ഛൻ ഗോവിന്ദസ്വാമിയുടെ മരണശേഷം 30 വർഷം മുൻപാണ് ജി ലക്ഷ്മണൻ മലപ്പുറത്തെത്തിയത്. അദ്ദേഹത്തിൻ്റെ അമ്മ തലശ്ശേരി സ്വദേശിയും ഭാര്യ മലപ്പുറംകാരിയുമാണ്. 2 സഹോദരിമാരെ മലപ്പുറത്തു തന്നെ വിവാഹം ചെയ്തു നൽകി. ബാക്കി ബന്ധുക്കളെല്ലാം കോയമ്പത്തൂരിലുണ്ട്. 1.5 വർഷം മുൻപാണ് BJPയിൽ ചേർന്നത്. ഒരു 1.5 കൊല്ലമായിട്ട് നല്ല തീവ്രമായിട്ട് ഈ BJP പ്രവർത്തിച്ച് വരുന്നുള്ളൂ. അതിലൊരു നല്ലൊരു കമ്പുണ്ട് ഈ പാർട്ടിനോട്. അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്. എന്ത് ചെയ്താലും അത് കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൽ സീരിയസ് ആയിട്ട് ഇറങ്ങി. ഇങ്ങനെ പാർട്ടിയിൽ വന്ന് പ്രസിഡന്റ് വന്ന് എന്നോട് ചോദിച്ചു, ഇതുപോലെ കാവുങ്കൽ 13-ാം വാർഡിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ നിന്നു. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച അച്ഛൻ ഗോവിന്ദസ്വാമിയുടെ കോയമ്പത്തൂരിലെ ചെരുപ്പുകടയിലായിരുന്നു ആദ്യകാല ജോലി. കേരളത്തിലെത്തിയപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർക്ക് ചെരുപ്പ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി. ഇപ്പോൾ 20 വർഷമായി 3-ാം പടിയിൽ സ്വന്തം ഫുഡ്വെയർ ഷോപ്പ് നടത്തുകയാണ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.